മാറി മാറി വരുന്ന തമിഴ്നാട്ടിലെ പ്രതിപക്ഷ കക്ഷികളാണെങ്കിലും അവർക്ക് മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ആയുധമാണ്. ശ്രീ വി ഡി സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രിയായ വിജയ് ജോസഫുമായിട്ട് കൂടി അവർ തമ്മിൽ കണ്ടപ്പോൾ ഈ മുല്ലപ്പെരിയാറിൻ്റെ പ്രശ്നം നമ്മുടെ മുഖ്യമന്ത്രി അവതരിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം തമിഴ്നാട് മുഖ്യമന്ത്രി പ്രതികരിക്കുകയില്ല. അങ്ങനെയുള്ള തമിഴ്നാട്ടിൽ ഈ മുല്ലപ്പെരിയാർ ഒരു രാഷ്ട്രീയ ആയുധമായതുകൊണ്ട് തന്നെ നാളെ മുല്ലപ്പെരിയാർ മാറ്റി സ്ഥാപിക്കേണ്ടതായിട്ട് വരും. വ്യാപകമായി മുൻപ് കേട്ടിരുന്നൊരു കഥയാണ് രാജാവിന്റെ ചങ്കിലെ ചോര കൊണ്ട് എഴുതിയ കരാറാണ് എന്നൊക്കെ. ഈ എം ജി രാമചന്ദ്രൻ്റെ നിർബന്ധം ഈ ഇന്ദിരാഗാന്ധിയുടെ മേലുണ്ടായി. അതുകൊണ്ട് കേരളീയർ ഭയപ്പെടുന്നത് പോലെ ഈ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ മുല്ലപ്പെരിയാർ പൊട്ടിപ്പോകാൻ ഇടയില്ല. അങ്ങനെ ആശങ്കപ്പെടേണ്ട എന്ന് പറയുമ്പോൾ പോലും എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ വാർത്തകളിലെല്ലാം ശ്രദ്ധ നേടുന്ന, ഇപ്പോൾ പ്രത്യേകിച്ച് മഴക്കാലമായതുകൊണ്ട് തന്നെ ശ്രദ്ധ നേടുന്നൊരു വിഷയമാണ് മുല്ലപ്പെരിയാർ ഡാം വിഷയം. അപ്പോൾ ഈ വിഷയത്തിൽ മുല്ലപ്പെരിയാറിൻ്റെ കരാറുമായി ബന്ധപ്പെട്ട് ചരിത്രം പറയാൻ നമ്മോടൊപ്പം ഉള്ളത് ചരിത്രകാരനും എഴുത്തുകാരനുമായ നമ്മുടെ ഡോക്ടർ എം ജി ശശിഭൂഷണാണ്. നമസ്കാരം സർ. അടുത്ത കാലത്തായിട്ട് കേരള മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രിയായ വിജയ് ജോസഫുമായിട്ട് കൂടി അവർ തമ്മിൽ കണ്ടപ്പോൾ ഈ മുല്ലപ്പെരിയാറിൻ്റെ പ്രശ്നം നമ്മുടെ മുഖ്യമന്ത്രി അവതരിപ്പിക്കുകയുണ്ടായി. നമ്മുടെ മുഖ്യമന്ത്രി കേരളീയരുടെ ഒരു ആങ്സൈറ്റിയെ, ഉത്കണ്ഠയെയാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അതേസമയത്ത് അതിനൊരു രാഷ്ട്രീയ മാനം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ശ്രദ്ധയും ശ്രീ സതീശൻ കാണിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ ചെലവിൽ ഞങ്ങൾ പുതിയ ഒരു ഡാം കെട്ടും മുല്ലപ്പെരിയാറിൽ, അതിന് നിങ്ങൾ സമ്മതിക്കണം. എന്നിട്ട് വെള്ളം ആ ഡാമിൽ സംഭരിക്കും. ആ ഡാമിൽ സംഭരിച്ചിട്ട് ആ വെള്ളം മുഴുവൻ നിങ്ങൾക്ക് തന്നെ കരാറനുസരിച്ച്, നേരത്തെ ഒരു കരാറുണ്ട്, ദീർഘകാലത്തേക്കാണ്, അതെ, അപ്പോൾ ആ കരാറനുസരിച്ച് വെള്ളം നിങ്ങൾക്ക് തന്നെ തുടർന്ന് തരുമെന്ന് പറഞ്ഞു. അദ്ദേഹം ഒന്നും തമിഴ്നാട് മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല. നമുക്കറിയാം തമിഴ്നാട് മുഖ്യമന്ത്രി പ്രതികരിക്കാനിടയില്ല. പക്ഷേ ഒരു ആദ്യത്തെ ഒരു ഫ്രണ്ട്ലി ഗസ്റ്റർ എന്നുള്ള നിലയിൽ നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എങ്ങനെ ഒരു പ്രശ്നത്തെ വളരെ അനുരഞ്ജനാത്മകമായി നമുക്കതിനെ പരിഹരിക്കാമെന്ന് ആലോചിക്കാനായിട്ട് ഒരു അവസരം ഉണ്ടാക്കുകയാണ്. പക്ഷേ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് പെട്ടെന്ന് അതിനൊരു മറുപടി പറയാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ പ്രതിപക്ഷ പാർട്ടിക്കാർ സമ്മതിക്കുകയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ആരായാലും ഭരണകക്ഷി മാറി മാറി വരുന്ന ഭരണകക്ഷിയാണെങ്കിലും മാറി മാറി വരുന്ന തമിഴ്നാട്ടിലെ പ്രതിപക്ഷ കക്ഷികളാണെങ്കിലും അവർക്ക് മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ആയുധമാണ്. അതെ, തീർച്ചയായിട്ടും. ഈ ജയിക്കാൻ ഒരു സാധ്യതയില്ലാത്ത സ്ഥാനാർത്ഥികൾ പോലും മുല്ലപ്പെരിയാർ എന്ന വാഗ്ദാനം കൊടുക്കാറുണ്ട്. ഓർമ്മയില്ലേ സുബ്രഹ്മണ്യ സ്വാമിയുടെ പാർട്ടി? സുബ്രഹ്മണ്യ സ്വാമി ഒരു ജനതാ പാർട്ടി ഉണ്ടാക്കി. ആ ജനതാ പാർട്ടിയുടെ അന്നത്തെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത്, ഞങ്ങളുടെ പാർട്ടി അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ വെള്ളം നിറയ്ക്കാനുള്ള കപ്പാസിറ്റി 142 അടിയിൽ ആയി പ്രഖ്യാപിക്കും. ആകെ 142 വരെ അതിൻ്റെ മാക്സിമം കപ്പാസിറ്റി ആണത്. അത് ഒരിക്കലും അനുവദനീയമായിട്ട് എക്സ്പേർട്സ് പറയുന്നില്ല. ഇപ്പോൾ മാക്സിമം ആയിട്ട് എക്സ്പേർട്സ് പറയുന്നത് 113-114 അടി വരെ വെള്ളം നിറയ്ക്കാനാണ്. അതുതന്നെ ഒരു അപകടകരമായ തരത്തിലുള്ള ജലസംഭരണമാണെന്ന് അഭിപ്രായമുള്ള എഞ്ചിനീയർമാർ ഉണ്ട്. അപ്പോൾ ഈ ജയിക്കാൻ ഒരു സാധ്യതയില്ലാത്ത പട്ടാളി മക്കൾ കക്ഷി, അതുപോലെയുള്ള ഒരുപാട് കക്ഷികളുണ്ട്. അവർക്ക് മുൻപോട്ടോ പിൻപോട്ടോ നോക്കേണ്ട, പിന്നെ പ്രകടന പത്രികയിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി, പ്രോമിസസ് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയുള്ള തമിഴ്നാട്ടിൽ ഈ മുല്ലപ്പെരിയാർ ഒരു രാഷ്ട്രീയ ആയുധമായതുകൊണ്ട് തന്നെ അവരുടെ മുഖ്യമന്ത്രിക്ക് ഒരു മറുപടി പറയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പക്ഷേ കേരള മുഖ്യമന്ത്രി വളരെ വിദഗ്ധമായി താനൊരു തുറന്ന മനസ്സോടുകൂടിയാണ് വന്നിരിക്കുന്നത് എന്ന് അറിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കാത്തിരിക്കാം എന്താണ്
അതിൻ്റെ തെരഞ്ഞുള്ള റിസൾട്ട്. ഞാൻ ഈ സന്ദർഭത്തിൽ മുല്ലപ്പെരിയാറിനെ പറ്റിയിട്ട് മുല്ലപ്പെരിയാറിൻ്റെ ഇന്നലകളെക്കുറിച്ചാണ് അതെ, എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത് ഈ മുല്ലപ്പെരിയാറിന്റെ കരാർ ഒപ്പിട്ടതിനെ പറ്റി നമ്മൾ വ്യാപകമായി മുൻപ് കേട്ടിരുന്നൊരു കഥയാണ് രാജാവിന്റെ ചങ്കിലെ ചോര കൊണ്ട് എഴുതിയ കരാറാണ് എന്നൊക്കെ. അങ്ങനെയല്ല, വളരെ താരതമ്യേന ദുർബലനായ ശ്രീമൂലം തിരുനാൾ താരതമ്യേന ദുർബലനായിരുന്നു. എന്നുവെച്ചാൽ അദ്ദേഹത്തിന് മുമ്പ് ഭരിച്ചിരുന്ന വിശാഖം തിരുനാളിനെ പോലെയോ അല്ലെങ്കിൽ അതിനു മുമ്പ് ഭരിച്ചിരുന്ന ആയില്യം തിരുനാളിനെ പോലെയോ പ്രഗത്ഭനായിരുന്നില്ല. പക്ഷേ തൻ്റെ രാജ്യത്തെ അദ്ദേഹം വളരെ സ്നേഹിച്ചിരുന്നു. അദ്ദേഹത്തിനോട് അന്ന് ഈ മധുരയിലെ കളക്ടറുടെ കീഴിലാണ് അതിൻ്റെ കിഴക്കൻ പ്രദേശങ്ങൾ, അതായത് നമ്മുടെ ഇന്നത്തെ ഇടുക്കി ഡിസ്ട്രിക്റ്റിൻ്റെ കിഴക്കുള്ള പ്രദേശങ്ങൾ മുഴുവൻ അന്ന് മധുരയിലാണ്. അപ്പോൾ മധുരയുടെ അതിർത്തി കുറച്ചുകൂടി ഇങ്ങോട്ട് പടിഞ്ഞാറേക്ക് സഹ്യപർവ്വതം കടന്നും വേണം എന്ന് കരുതി, അതായത് ഈ പിന്നെ പെരിയാറിൻ്റെ പല കൈവഴികളും ഒഴുകുന്ന പ്രദേശമായതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചിലർ മോഹം വെച്ച് പുലർത്തിയിരുന്ന കളക്ടർമാരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കളക്ടർമാർ എന്ത് ചെയ്തു, അന്നത്തെ കാലത്ത് ഇമ്പീരിയൽ കോർട്ടിൽ പരാതി കൊടുത്തു. കൽക്കട്ടയിലാണ് അന്നത്തെ ഇമ്പീരിയൽ കോർട്ട്. അപ്പോൾ ആ പരാതി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഒരു സർവേ നടത്തണം. നേരത്തെ വാർഡ് ആൻഡ് കോർണർ എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരിൽ വാർഡ് തിരുവിതാംകൂർ വിശദമായിട്ട് സർവേ നടത്തിയിട്ടുണ്ട്. ഈ വാർഡ് നടത്തിയ സർവേയിൽ മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഉൾപ്പെടെ തിരുവിതാംകൂറിലാണ്. അപ്പോൾ അത് ഒന്ന് തിരുത്താൻ വേണ്ടിയിട്ടാണ് ഒരു ശ്രമം നടന്നു. ഇപ്പോഴല്ല, ഈ ശ്രീമൂലം തിരുനാളിനും മുമ്പ്. അപ്പോൾ എന്ത് ചെയ്തു, അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ വന്നപ്പോൾ അവരെ സഹായിക്കാനായിട്ട് നമ്മുടെ കേരളത്തിലെ സഹായികളെ ഉദ്യോഗസ്ഥന്മാർ, റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ ഇവിടുത്തെ ദിവാൻ അയച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ബോർഡറിൽ എത്തിക്കഴിഞ്ഞപ്പോൾ വളരെ വ്യത്യസ്തമായ ഭൂവിഭാഗം. ഒരു ഭാഗത്ത് കിഴക്ക് ഭാഗത്ത് വരണ്ട് കിടക്കുന്ന ചെമ്മണ്ണ് മാത്രം, പടിഞ്ഞാറ് വശത്ത് ഹരിതാഭമായ ഭൂമി. അതായത് ദൈവം വരച്ച് അടയാളപ്പെടുത്തിയിരിക്കുകയാണ് ആ മാപ്പ്. അതുകൊണ്ട് ഒരു നിവൃത്തിയില്ല. നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ പത്തി മടക്കി ആയുധം വെച്ച് മടങ്ങിപ്പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ സർവേ എന്ന് പറയുന്നത് ഇത് പ്രകൃതിദത്തമായ വേർതിരിവാണ് എന്ന് പറഞ്ഞു. മൂന്നാമതാണ്, എന്നാലൊരു കാര്യം ചെയ്യണം, ഒരു ഡാം കെട്ടണം. ആ ഡാം കെട്ടിയിട്ട് അതിലെ വെള്ളം കുഴലുകൾ വഴി കിഴക്കോട്ട് തിരിച്ചു വിടണം. അങ്ങനെ കിഴക്കോട്ട് തിരിച്ചു വിട്ടുമ്പോൾ തമിഴ്നാട്ടിലെ വിശാലമായ ഭൂപ്രദേശങ്ങളിലെ കർഷകരെ അത് സഹായിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു നിശ്ചിത കാലാവധി വെച്ചുകൊണ്ട് ഇത് ഒരു കരാർ ഒപ്പിടാൻ. അപ്പോൾ രാജാവ് ഇതിനെ ഡിലേ ചെയ്യിക്കാനായിട്ട് നോക്കി ടാക്ടിക്സ്. അപ്പം രാജാവിൻ്റെ ടാക്ടിക്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഗവർണർ വൈസ്രോയി മാറിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അനുകൂലമായ ഒരു വൈസ്രോയി വരികയാണെങ്കിൽ ഈ കരാറ് തന്നെ തിരുത്താൻ പറ്റും. അതിന് കഴിയുന്നത്ര ഡിലേ ടാക്ടിക്സാണ് ശ്രീമൂലം തിരുനാൾ ചെയ്തത്. അവസാനം അത് അവർക്ക് മനസ്സിലായി. ശ്രീമൂലം തിരുനാളിന് കർശനമായ നിർദ്ദേശം കൊടുത്തു, പരിപാടിയൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ, അർത്ഥ മനസ്സോടെ അദ്ദേഹത്തിന് അതും ഒപ്പിടേണ്ടി വന്നു. അതുപോലെ തന്നെ ആലപ്പുഴയിലെ പോർട്ടിൻ്റെ പ്രോജക്റ്റ് അദ്ദേഹത്തിൻ്റെയും തിരുവിതാംകൂറിൻ്റെയും പ്രിയപ്പെട്ട പ്രോജക്റ്റായിരുന്നു, അതും വൈൻഡപ്പ് ചെയ്യേണ്ടി വന്നു. കൊച്ചിയുടെ വികസനത്തിന് വേണ്ടി തിരുവിതാംകൂറും പണം കൊടുക്കേണ്ടി വന്നു. ഈ രണ്ട് കാര്യങ്ങളും മൂലം തിരുനാൾ രാമവർമ്മയുടെ കാലത്ത് സംഭവിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ മുല്ലപ്പെരിയാറിൻ്റെ കാലാവധി തീരുവെന്നായപ്പോൾ തമിഴ്നാട്ടിൽ വീണ്ടും ഉറവിളിയായി, പ്രക്ഷോഭമായി. ആ സമയത്ത് ഇന്ദിരാഗാന്ധി ആണ് ഭരിക്കുന്നത് കേന്ദ്രത്തിൽ. അന്ന് അണ്ണാ DMK അതിൻ്റെ പിന്തുണ കൊടുക്കുകയാണ് അന്നത്തെ ഭരണകക്ഷിയായ കോൺഗ്രസ്സിന്. സ്വാഭാവികമായിട്ട് MG രാമചന്ദ്രനാണ് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി. അദ്ദേഹം മുല്ലപ്പെരിയാറിന് വേണ്ടി ശക്തമായി വാദിക്കുവാൻ നിർബന്ധിതനായി. പിന്നെ അദ്ദേഹത്തിനെ പറ്റിയുള്ള പ്രധാന ആരോപണം എന്താണ്, അദ്ദേഹം മലയാളിയാണ്, അതുകൊണ്ട് തന്നെ തമിഴ്നാടിനോട് സ്നേഹമില്ല. അത് തിരുത്തുകയും വേണം, മാത്രമല്ല ഈ കരാറിനെ തുടർന്നും പോകണം. അങ്ങനെ ഈ MG രാമചന്ദ്രൻ്റെ നിർബന്ധം ഈ ഇന്ദിരാഗാന്ധിയുടെ മേലുണ്ടായി. ഇന്ദിരാഗാന്ധി ആകട്ടെ അച്യുതമേനോനാണ് കേരളത്തിലെ അന്നത്തെ മുഖ്യമന്ത്രി, അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. വളരെ പാരലായിട്ട് വേറെ പല രാഷ്ട്രീയ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്, ഞാനെല്ലാം വിശദീകരിക്കുന്നില്ല. അങ്ങനെയാണ് മുല്ലപ്പെരിയാറിൻ്റെ
കരാറ് ഇന്ന് നാം കാണുന്നത് പോലെ അത് ഒരു നിശ്ചിതമല്ലാത്തൊരു കാലത്ത് ഒക്കെ അത് നീട്ടിക്കൊണ്ടുപോയത്. ഇപ്പോഴും പ്രശ്നം ഇപ്പോൾ ഇടയ്ക്ക് ഇതിനകത്ത് ആദ്യത്തെ കരാറിൽ ഈ കാർഷിക ആവശ്യങ്ങൾക്ക് വെള്ളം കൊടുക്കാവുന്നേ പറയുന്നുള്ളൂ. ഇത് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാനായിട്ട് ഈ വെള്ളം ഉപയോഗിക്കുന്നതിനെ പറ്റി പറഞ്ഞില്ല. അപ്പോൾ അത് കേരളത്തിലെ ഗവൺമെൻറ് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ഇന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ ഞങ്ങളെ അനുവദിക്കണം. തമിഴ്നാട് പറഞ്ഞു ഒന്നും അനുവദിക്കുന്ന പ്രശ്നമില്ല, വെള്ളം എന്ന് പറയുന്നത് ഞങ്ങളുടെയാണ്. ഇന്ന് മാത്രമല്ല, അന്നത്തെ കാലത്ത് എൻജിനീയറിങ്ങിൻ്റെ വൈദഗ്ധ്യമുള്ള ആളുകൾ വാസ്തവത്തിൽ ചെയ്യേണ്ടിയിരുന്നത് എന്തായിരുന്നു? കിഴക്കോട്ടൊഴുകുന്ന പാമ്പനാറുണ്ട്, ഈ പാമ്പനാറിലേക്ക് ഈ പെരിയാറിലെ വെള്ളം തിരിച്ചു വിട്ടിട്ട് അങ്ങനെയായിരുന്നു പോകേണ്ടിയിരുന്നത്. അതും ചെയ്തില്ല. മറിച്ച് ബലാത്കാരമായിട്ട് നദിയെ വഴിതിരിച്ചു വിട്ട് കുഴലുകൾ വഴി കിഴക്കോട്ടേക്ക് തിരിച്ചു വിടുകയാണ്. പാരിസ്ഥിതികമായി അത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ്. അതെ, ഒരു നദി ഒഴുകി ഒരു ഡാമിൽ വന്ന് പതിച്ചത് തിരിഞ്ഞൊഴുകി പോവുക അതിന് എന്താണ് പിന്നെ വലപ്പള്ളിയുടെ തന്നെ ജലസേചനം എന്ന് പറയുന്ന കവിതയിൽ പറയുന്നത് പോലെ ബലഭദ്രം ചെയ്യുന്നത് പോലെ ഒരു ബലാത്കാര പ്രവൃത്തിയിൽ കൂടിയാണ് വഴി തിരിച്ചു വിടുന്നത്. അതിൻ്റെയൊക്കെ അപകടത്തെ പറ്റി പല ആളുകളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതേ ഇരിക്കട്ടെ, ഏതായാലും ഇതാണ് മുല്ലപ്പെരിയാറിൻ്റെ പശ്ചാത്തലം. ഇന്നിപ്പോൾ ഇടുക്കിയിലേക്ക് പിന്നെ ഈ ഡാം പൊട്ടുമോ എന്നുള്ള ഭീതിയെ പറ്റിയാണ് ഞാൻ പല എൻജിനീയർമാരുമായിട്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നത് ഇത് ഈ മേസണറി ഗ്രാവിറ്റി ഡാം എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ഉണ്ടാക്കിയതാണ്. അതായത് സുർക്കി ഉപയോഗിച്ച്, കോൺക്രീറ്റ് അല്ല, സുർക്കി മിശ്രിതം ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ് മേസണറി ഗ്രാവിറ്റി ഡാം. ഇത് പൊട്ടാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് കേരളീയർ ഭയപ്പെടുന്നത് പോലെ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ മുല്ലപ്പെരിയാർ പൊട്ടിപ്പോകാൻ ഇടയില്ല. പക്ഷേ സുർക്കിയൊക്കെ ഒലിച്ചു പോയ സാഹചര്യം ഉണ്ടായി. 15,000 ടൺ സിമന്റ് അവിടെ നിറച്ചിട്ടുണ്ട്. അതെ നിറച്ചിട്ടുണ്ട്. ആലോചിക്കുമ്പോൾ അല്ല, ഒരാശങ്കയും വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നാം വിചാരിക്കുന്നത് പോലെ മുല്ലപ്പെരിയാർ നാളെ അല്ലെങ്കിൽ അടുത്ത ഒരു 10 വർഷത്തിനുള്ളിൽ പൊട്ടിപ്പോകുമെന്ന് വിചാരിച്ച് എറണാകുളത്തുള്ള ആളുകൾ അവരുടെ ഉറക്കം നഷ്ടപ്പെടുത്തരുത്. അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഈ രംഗത്ത് ഈ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ സർവീസിൽ ജോലി ചെയ്തിരുന്ന എൻജിനീയർമാർ പറയുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് ദീർഘമായി സംസാരിച്ചത് ചരിത്രകാരൻ കൂടിയായ കെ ശിവശങ്കരൻ നായരുമായിട്ടാണ്. അദ്ദേഹം PWD എൻജിനീയറായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് അതിൻ്റെ കാര്യകാരണ സഹിതം വിശദീകരിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ മുല്ലപ്പെരിയാർ ഡാം പെട്ടെന്ന് പൊട്ടുകയില്ല എന്ന് വെച്ച് ഈ വെള്ളം 113 അല്ലെങ്കിൽ 14 അടിയിൽ നിന്ന് 142 അടിയിലേക്ക് നിർത്തരുത്. അതേതായാലും ആശാസ്യമല്ല. അത് ശിവശങ്കരൻ നായർ എന്ന എൻജിനീയറും അക്കാര്യത്തിൽ രണ്ടഭിപ്രായമല്ല അദ്ദേഹത്തിന് ഉള്ളത്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ പക്ഷേ അങ്ങനെ ആശങ്കപ്പെടേണ്ട എന്ന് പറയുമ്പോൾ പോലും നാളെ മുല്ലപ്പെരിയാർ മാറ്റി സ്ഥാപിക്കേണ്ടതായിട്ട് വരും. ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട പല ചർച്ചകൾക്കായിട്ട് വരുന്ന എൻജിനീയർമാർ കേരള ഹൗസിലാണ് താമസിക്കുന്നത്, ന്യൂഡൽഹിയിൽ. അപ്പോൾ ഞാനും അന്ന് അക്കാലത്ത് സാക്ഷരതാ മിഷൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കേരള ഹൗസിൽ പതിവായിട്ടല്ല, മിക്കവാറും മാസങ്ങളിലൊക്കെ പോകുന്ന ആളാണ് ഞാൻ. അവരുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുമൊക്കെ പറയുന്നത് ഇത് തീർച്ചയായിട്ടും അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. ആശങ്ക വേണ്ട, പക്ഷേ ഇത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത്. മുല്ലപ്പെരിയാർ പുതിയൊരു അണക്കെട്ട് സ്ഥാപിക്കേണ്ടത് അനിവാര്യമാണ്. അത് ഒരു പക്ഷേ അതിനൊരു സമയവും തീരുമാനിക്കണം. ഈ കാര്യത്തിൽ സുപ്രീം കോടതിക്ക് കുറേ കൂടി ഉത്തരവാദിത്വമുണ്ട് എന്ന് ഞാൻ പറയും.